നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്വന്തം നരേന്ദ്രമോദി വിഴിഞ്ഞത്തേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാജ്ഭവനിൽ താമസിച്ചതിന് ശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത് നമുക്ക് അഭിമാനകരമായ വിഴിഞ്ഞം പോർട്ട് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വിഴിഞ്ഞത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കപ്പൽ വന്നിരുന്നു. അത് വളരെ ആൾക്കാരെ ഒരുപാട് പേര് ആകർഷിച്ച കാര്യവും തന്നെയാണ്. ഇനിയാണ് പോർട്ട് അതിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു സംസ്ഥാനത്തിനെ, ഒരു രാജ്യത്തെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോർട്ട് നവീകരിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നത്. ആരാണ് പോർട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്? അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആണോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആണോ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയുടെ പ്രവർത്തനം കൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. പക്ഷേ എന്ത് വികസനം വന്നാലും മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം അത് നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിന്ന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളൊന്നും തന്നെ അവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടിട്ട് പോയതല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ പോർട്ടും നമ്മളിലേക്ക് വന്നത് മൺമറഞ്ഞു പോയ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ, ഒരുപാട് പേരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായൊക്കെ വരുന്നത് ഇനിയൊരു തലമുറയ്ക്ക് അഭിമാനകരമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കണം. ലോകോത്തര നിലവാരത്തിൽ എവിടെ പോയാലും തിരുവനന്തപുരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിലേക്ക് വേണ്ടി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തിരുവനന്തപുരത്താണോ നോക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിൽ വലിയൊരു തലമുറയ്ക്ക്, ഇനിയൊരു തലമുറയ്ക്ക് അഭിമാനകരമാകാൻ ഒരു കാര്യവും കൂടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഈ തർക്കിക്കുന്നവർ ആർക്കും അല്ല. ഇപ്പം നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കോ ഈ പറയുന്ന വി.ഡി. സതീശനോ പിണറായി വിജയനോ ഒന്നും അല്ല പോർട്ട് ഉപകരിക്കാൻ പോകുന്നത്. ഇനി വരുന്ന ഇനി അടുത്ത് വരുന്ന 2 തലമുറകൾക്ക് കഴിയുമ്പോഴാണ് ഈ പോർട്ട് യഥാർത്ഥത്തിലുള്ള ഉപകാരം ഉണ്ടാകുന്നത്. അങ്ങനെ ഭാവിയിലേക്കുള്ള ഒരു ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് പോർട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഇനി തിരുവനന്തപുരം നമ്മൾ വിളിക്കും, നമ്മളെ കുഞ്ഞി തിരുവനന്തപുരം, തിരുവനന്തപുരത്തിലേക്ക് അഭിമാനകരമായി ഒരു പോർട്ടും കൂടി നമുക്ക് വരുന്നുണ്ട്. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനം, കേരളത്തിൽ ആദ്യമായി വന്ദേ ഭാരത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ദിവസമാണ് ഇതിനു മുമ്പ് നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശിച്ചത്. പിന്നെ ഇലക്ഷൻ സമയത്തും കേരളത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അത് പോർട്ട്, കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് വരാനുള്ള നമ്മുടെ പോർട്ട് വിഴിഞ്ഞം തീരപ്രദേശമായിരുന്നു. ആ തീരപ്രദേശത്ത് ഇത് പോർട്ട് വരുന്ന സമയത്ത് ലാറ്റിൻ കാത്തലിക് സഭയുടെ വക വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചാണ് പോർട്ട് അവിടെ വന്നതും ആദ്യത്തെ കപ്പൽ വന്നതും. ഇനിയാണ് പോർട്ട് അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ രാജ്യം ഒന്നടങ്കം, അല്ലെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരുടെയും കണ്ണുകളെന്ന് നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങേറ്റത്തങ്ങ് വിഴിഞ്ഞത്തേക്കാണ് ഇന്നത്തെ ശ്രദ്ധ പോകുന്നത്. കാരണം അവിടെ നമുക്ക് അത്രയും വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഒരു പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നുമില്ലാതെ ഒരു സാധാരണ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സാധാരണ ഒരു നാട്ടിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അഭിമാനിക്കാവുന്നതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഇവിടെ പല കാര്യത്തിനും ഒരുപാട് ഭംഗിയാണ്.